5 തോമാശ്ലീഹ. വിശ്വാസരാഹിത്യത്തിന്റെ കാർമേഘങ്ങളിൽ യാത്ര സഞ്ചരിച്ച തോമാശ്ലീഹയുടെ സ്മരണയിലൂടെ നമുക്ക് വിശ്വാസദീപം കെടാതെ കത്തിക്കാം. തോമാശ്ലീഹയെപ്പോലെ വിശ്വാസത്തിനുവേണ്ടി പ്രാർത്ഥിച്ച വേറൊരു വ്യക്തിയുടെ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. യേശു 3 ദിവസം വിട്ടുവിട്ട് തലോടി സ്പർശനത്താൽ ഇവരെ വിശ്വാസത്താൽ ഉറപ്പിച്ചു എന്ന് ആ ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അയാൾ ജീവിച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് തോമാശ്ലീഹയോട് പ്രാർത്ഥിക്കാം. വിശ്വാസം ഇല്ലാത്ത തോമാശ്ലീഹയെയും 3 പ്രാവശ്യം ഉപേക്ഷിച്ച പത്രോസ് ശ്ലീഹയെയും ഒന്നും ദൈവം വിട്ടുകളഞ്ഞില്ല. എല്ലാവരെയും പതുക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒരു നോട്ടം കൊണ്ട്, സ്പർശനം കൊണ്ട് വീണ്ടും ക്ഷമിച്ചു ഉറപ്പുള്ള പാറയാക്കി ഒരാൾ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിച്ച് യേശുവിന്റെ ഇഷ്ടതാരമായി മിന്നിവിളങ്ങുന്നു. യോഹന്നാൻ 3:18-21. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നിയമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ നിറഞ്ഞവർ പ്രകാശത്തെ വെറുക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തു വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. യോഹന്നാൻ 3:3. യേശു പറഞ്ഞ സത്യം സത്യമായി ഞാൻ നിന്നോടും പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ യാതൊരുവനും സ്വർഗരാജ്യം കാണുകയില്ല.